സർ, ഈ കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ഒരുപാടൊക്കെ പറയാറുണ്ട്. ഒരു വിദേശ രാജ്യം നമ്മളെ ആക്രമിക്കുക, നമ്മളതിനെ ചെറുത്ത് തോൽപ്പിക്കുക, അവരെ കീഴടക്കുക, അവർ പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായി നമ്മുടെ സൈന്യത്തെ പരിശീലിപ്പിക്കുക, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ അങ്ങയുടെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പുതിയ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. എന്താണ് ഈ കുളച്ചൽ യുദ്ധവും ക്യാപ്റ്റൻ ഡിലിനോയിയും അന്നത്തെ തിരുവിതാംകൂർ രാജ്യവും, എന്താണ് സാർ അങ്ങേക്ക് പറയാനുള്ളത്? അന്ന് തെക്കൻ തിരുവിതാംകൂറിലെ പ്രധാന തുറമുഖം എന്ന് പറയുന്നത് തേങ്ങാപട്ടണത്താണ്. ഈ തേങ്ങാപട്ടണത്തിന് അടുത്താണ് കുളച്ചൽ. ഈ കുളച്ചലും കപ്പൽ അടുപ്പിച്ചിരുന്നു. അവിടെയും ഒരു മിലിറ്ററി സ്റ്റേഷൻ ആർക്കുണ്ടായിരുന്നു? ഡച്ചുകാർക്ക്, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായിരുന്നു. ആ മിലിറ്ററി സ്റ്റേഷൻ വന്ന് അവിടെ താമസിക്കുന്ന പട്ടാളക്കാരാണ് ഈ തിരുവിതാംകൂറിലെ രാജാവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഭീഷണിയെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് കുളച്ചലെ ഒരു പ്രത്യാക്രമണം നടത്തുവാൻ തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ നിർബന്ധിതനായത്. ഇതിൽ ഡിലനോയി കീഴടങ്ങിയത് ഈ 1741 ഓഗസ്റ്റ് 10-ാം തീയതിയും 11-ാം തീയതിയുമായിട്ടാണ് ഈ കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ആ ദിവസങ്ങളിലാണ് കീഴടങ്ങിയതെന്നാണ് നിലവിലുള്ള തിരുവിതാംകൂർ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതിയിട്ടുള്ളത്. ഞാൻ കണ്ടെത്തിയത് പാശ്ചാത്യ ഡച്ച് രേഖകളുടെ സഹായത്തോടെ, ഡച്ച് ഗവേഷകന്മാരുടെ സഹായത്തോടെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് ഡിലനോയി അതിനു മുമ്പേ തിരുവിതാംകൂർ ഡിലനോയിയെ തടവുകാരനായി പിടിച്ചിരുന്നു. അതായത് 1741 ഓഗസ്റ്റ് 10-ാം തീയതിക്ക് മുമ്പ് തന്നെ ഡിലനോയി തടവുകാരനായി തിരുവിതാംകൂറിൻ്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 1741 ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ഡിലനോയിയെ തിരുവിതാംകൂർ സൈന്യം കന്യാകുമാരിയിലെ മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത്, വട്ടക്കോട്ടയ്ക്ക് അടുത്തുള്ള മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇദ്ദേഹത്തെയും അനുചരന്മാരെയും പിടികൂടുന്നത്. അന്ന് ഈ നമ്മുടെ കന്യാകുമാരിയിലെ നിന്ന് തൂത്തുക്കുടിയിൽ നിന്ന് ഈ ഒരു പോഷക സൈന്യവുമായിട്ട് വരികയായിരുന്നു. അതായത് കുളച്ചലിലും തേങ്ങാപട്ടണത്തിലും ഡച്ച് ഷിപ്സ് കപ്പലുകളുണ്ട്. ഈ കപ്പലുകളെ പിന്തുണയ്ക്കാനായിട്ട് ഒരു സംഘം സൈനികര് വരികയാണ്. എവിടെ നിന്നാണ് വരുന്നത്? തൂത്തുക്കുടിയിൽ നിന്ന്. അവർ തൂത്തുക്കുടിയിൽ നിന്ന് കരവഴിയല്ല വന്നത്. അവർ തൂത്തുക്കുടിയിൽ നിന്ന് കന്യാകുമാരിക്ക് അടുത്തുള്ള മുട്ടം, ചെറിയ തുറമുഖമാണ്, ആ മുട്ടത്ത് വന്ന് അവരെ അവിടേക്ക് ഇറക്കി വിട്ടു. അവർ ആയുധധാരികളായിട്ട് ഈ പറയുന്ന തേങ്ങാപട്ടണത്തിലേക്ക് അല്ലെങ്കിൽ കുളച്ചലിലേക്ക് വരികയായിരുന്നു. ആ കുളച്ചലിലേക്ക് വരുമ്പോൾ അതിഭയങ്കരമായി മഴ പെയ്തു. ആ മഴ പെയ്തിട്ട് പലർക്കും ന്യൂമോണിയ വരികയാണ്. അതിനിടയ്ക്ക് സ്മോൾ പോക്സ് വസൂരി പടർന്നു. ഇത്രയായി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ നിരാശരായിട്ട് അവർ കീഴടങ്ങാൻ തയ്യാറായി. ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തിരുവിതാംകൂർ സൈന്യം അവരെ വലയം ചെയ്തു. അങ്ങനെയാണ് 1741 ഓഗസ്റ്റ് 2-ാം തീയതി മുട്ടത്തിനടുത്ത് വെച്ച് ഈ ഡിലനോയിയെ തടവുകാരനാക്കുന്നത്. തടവുകാരനാക്കിയ ഡിലനോയിയെ നേരെ ഉദയഗിരി കോട്ടയിലേക്ക് കൊണ്ടുവന്നു. ആ ഉദയഗിരി കോട്ട പത്മനാഭപുരത്തിനടുത്താണ് ഉദയഗിരി കോട്ട. അത് അന്നൊരു മൺകോട്ടയാണ്. പിന്നീടാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള കോട്ടയായിട്ട് മാറുന്നത്. ആ മൺകോട്ടയിൽ താമസിപ്പിക്കുന്ന സമയത്ത് വളരെ മാന്യമായിട്ടാണ് യുദ്ധ തടവുകാരോട് മാർത്താണ്ഡവർമ്മ പെരുമാറുന്നത്. നമുക്കറിയാം, ഈ ആധുനിക കാലഘട്ടത്തിൽ ഐക്യരാഷ്ട്ര സംഘടന ചാർട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് തടവുകാരനോട് പെരുമാറേണ്ടതെന്ന്. തടവുകാരനെ ശത്രുവായിട്ട് കാണരുത്, തടവുകാരനെ ശാരീരികമായിട്ട് പീഡിപ്പിക്കരുത്, തടവുകാരനെ പോയിസൺ ചെയ്യരുത്, തടവുകാരനെ അംഗഭംഗപ്പെടുത്തരുത്, ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതൊക്കെ ഈ ചാർട്ടറൊക്കെ വരുന്നതിന് വളരെ മുമ്പ് തന്നെ മാർത്താണ്ഡവർമ്മ ഒരു രാജ്യതന്ത്രജ്ഞൻ്റെ കൗശലത്തോടു കൂടി വളരെ മാന്യമായി ഈ കീഴടങ്ങിയ ഡച്ച് പട്ടാളക്കാരോട് പെരുമാറുന്നു.
ഇതിൽ വളരെ വശീകൃതരായിട്ട്, അല്ലെങ്കിൽ ഇതിൽ മാർത്താണ്ഡവർമ്മയോട് ഈ കീഴടങ്ങിയ തടവുകാർക്ക് ഒരു വിധേയത്വം തോന്നുന്നു, ബഹുമാനം തോന്നുന്നു. പല പുകയില കൊടുത്തിരുന്നു, അതുപോലെ പല കാര്യങ്ങളെ മദ്യം ഉപയോഗിക്കാനായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പെരുമാറ്റം കാരണം അവർ തിരിച്ച് ഡച്ച് സൈന്യത്തിലേക്ക് മടങ്ങാൻ കൂട്ടാക്കിയില്ല. അതിനകത്ത് മതപരമായ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഡിലനോയി കാത്തലിക്കാണ്, ക്രൈസ്തവരിലെ കാത്തലിക് ചർച്ചിൽപ്പെട്ട ആളാണ്. അന്ന് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഭൂരിപക്ഷവും, അല്ലെങ്കിൽ ഭരണാധികാരികൾ, അല്ലെങ്കിൽ ഡച്ച് രാജാവ്, നെതർലൻഡ്സിലെ രാജാവ് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗക്കാരനാണ്. അപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗക്കാർ ഭരിക്കുന്ന നെതർലൻഡ്സിലെ ഒരു കാത്തോലിക്കന് ഒരു പ്രൊമോഷൻ കിട്ടുകയാണെങ്കിലും അതിനൊരു പരിധി ഉണ്ടാവും. ഇങ്ങനെയുള്ള പല കാരണം കൊണ്ടാണ് ഈ പറയുന്ന ഡിലനോയി ഈ പറയുന്ന തിരുവിതാംകൂർ സൈന്യത്തിൽ തുടർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത്. അന്ന് മറ്റൊരു പ്രമുഖനായ ഒരു പട്ടാള മേധാവി, അദ്ദേഹവും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ യോദ്ധാവായിരുന്നു. ജർമ്മൻ വംശജനാണ്. ഡിലനോയി ഫ്രഞ്ച് വംശജനാണ്, ഫ്രാൻസുകാരനാണ്. ബോർഡറാണ് നെതർലൻഡ്സിൻ്റെ അടുത്ത് കിടക്കുന്ന. അപ്പോൾ ഈ ജർമ്മൻ വംശജനായ ദ്യുവൻഷോട്ട്, കോൾ അഗസ്റ്റസ് ദ്യുവൻഷോട്ട് മുഴുവൻ പേര്, അദ്ദേഹമാണ് എങ്ങനെയാണ് ഈ ഡച്ചുകാരെ യുദ്ധത്തിൽ തോൽപ്പിക്കേണ്ടതെന്നുള്ള സ്ട്രാറ്റജി തീരുമാനിക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന ഈ കുളച്ചൽ യുദ്ധത്തിൽ വെച്ച് ഇന്ന് പലരും അവകാശപ്പെടാറുണ്ട് ഞങ്ങളുടെ ശ്രമഫലമായിട്ടാണ് കുളച്ചലിലെ തിരുവിതാംകൂർ സൈന്യം വിജയിച്ചത് എന്ന്. പലതരം കഥകൾ, രസകരമായ കഥകൾ, നമുക്ക് പറഞ്ഞ് രസിക്കാവുന്ന കഥകൾ, ഭാവനയാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ പറയട്ടെ, ഈ 1741 ഓഗസ്റ്റ് 10 ആരംഭിച്ച 11 അവസാനിച്ച കുളച്ചൽ യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ ശില്പികൾ 2 പേരാണ്. ഒന്ന് ദ്യുവൻഷോട്ട്, 2 ഡിലനോയി. ഈ ഡിലനോയാണ് അവശേഷിച്ച, വാസ്തവത്തിൽ ഭാഗ്യം കൊണ്ടുകൂടിയാണ് തിരുവിതാംകൂർ ജയിച്ചത്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് തിരുവിതാംകൂറിന് പീരങ്കി എന്നുണ്ട്. ആ പീരങ്കി ഫയർ ചെയ്തു. അപ്പോൾ ഈ കുളച്ചലിലെ ഒരു മൺകോട്ടയിൽ, ഒരു പക്ക കോട്ടയല്ല, ഒരു മൺകോട്ടയിൽ ഉണങ്ങാനിട്ടിരുന്ന വെടിമരുന്നിന് ഈ പീരങ്കിയിൽ നിന്ന് പോയ ഫയർ ചെന്ന് വീണ് തീ പിടിച്ചു. അത് മുഴുവൻ നഷ്ടപ്പെട്ടു. നേരത്തെ തന്നെ അവർക്ക് വേണ്ടത്ര ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതിനെല്ലാം പുറമേ അവർക്ക് ആഹാര സാധനങ്ങളും സ്റ്റോക്കിൽ ഉണ്ടായിരുന്നില്ല. കാരണം കപ്പലുകൾ ഇവിടെ വന്ന് അത് സപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അതിന് ഇവിടുത്തെ ഫിഷർ ഫോക്ക് കമ്മ്യൂണിറ്റി അവരെ പ്രതിരോധിച്ചിരുന്നു. അവർക്ക് ഇങ്ങോട്ട് വരാൻ വയ്യാത്ത ഒരു സ്ഥിതി. ഈ ഒരു സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ടാണ് തിരുവിതാംകൂറിനെ അഡ്വാൻസ് ചെയ്യാൻ സാധിച്ചത്. പിൽക്കാലത്ത് കായംകുളത്തെ പരാജയപ്പെടുത്തുന്നതിന്, തെക്കൻകൂറിനെ പരാജയപ്പെടുത്തുന്നതിന്, വടക്കൻകൂറിനെ പരാജയപ്പെടുത്തുന്നതിന് ഈ 2 പേരുടെയും, അല്ലാതെ ദ്യുവൻഷോട്ട് മരിച്ചു. മലേറിയ വന്നിട്ട് ആറ്റിങ്ങിൽ വെച്ച് മരിക്കുകയാണ്. 1742 യുദ്ധത്തിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് അധികം വൈകാതെ അദ്ദേഹം മരിക്കുന്നു. പക്ഷേ ഡിലനോയി കാർത്തിക തിരുനാളിൻ്റെ കാലത്ത് വരെ അദ്ദേഹം തുടർന്നിരുന്നു. ഇന്ന് മാത്രമല്ല, നെടുങ്കോട്ട കെട്ടുന്നതിൽ അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം തിരുവിതാംകൂർ സൈന്യത്തിന് പ്രയോജനപ്പെട്ടു. ഇന്ന് മാത്രമല്ല, ഉദയഗിരി കോട്ട മോഡേണൈസ് ചെയ്തു, ആധുനികവൽക്കരിച്ചു. പത്മനാഭപുരം കോട്ട ആധുനികവൽക്കരിച്ചു. കൃഷ്ണപുരം കൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ ശില്പ വൈദഗ്ധ്യം നമുക്ക് കാണാൻ സാധിക്കും. കായംകുളത്തേക്ക് ആരുടെ? ഡിലനോയിയുടെ. ശരിക്കും ഉച്ചാരണം ദേ ലെന്നുവ, അതാണ് ഫ്രഞ്ച് ഉച്ചാരണം. അദ്ദേഹത്തിന് നാട്ടുകാരിയായ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യയെ വിവാഹം ചെയ്യാനായിട്ട് മാർത്താണ്ഡവർമ്മ തന്നെയാണ് ആ ഭാര്യയെ കണ്ടുപിടിക്കുന്നത്. അത് അഞ്ചുതെങ്ങ് കോട്ടയിലെ ഇംഗ്ലീഷുകാരുടെ ദ്വിഭാഷിയായിരുന്നു ട്രാൻസ്ലേറ്റർ. ആ ട്രാൻസ്ലേറ്ററുടെ മകളെയാണ് ഡിലനോയി മാർത്താണ്ഡവർമ്മയുടെ ഒപ്പം അഞ്ചുതെങ്ങിൽ പോയപ്പോൾ യാദൃച്ഛികമായി കണ്ടു. ക്രൈസ്തവ യുവതിയാണ്. അവർ നേരത്തെ വിവാഹം കഴിച്ചിരുന്നു. അത് ഒരു സന്താനവും ഉണ്ട്. എങ്കിലും ഭർത്താവ് മരിച്ചിട്ടിരിക്കുകയായിരുന്നു. ഏതായാലും ഡിലനോയി വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം മാർത്താണ്ഡവർമ്മയെ അറിയിച്ചു. മാർത്താണ്ഡവർമ്മ തൻ്റെ പടത്തലവന് ഒരു ഭാവി വധുവിനെ കണ്ടെത്തുകയാണ്.
അവരുടെ അച്ഛന് മകൾ ഡിലനോയി വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ മാർത്താണ്ഡവർമ്മ പറഞ്ഞു, കാര്യമൊക്കെ ശരി, നിങ്ങൾ കോട്ടയ്ക്കകത്തിരിക്കുമ്പോൾ ഞങ്ങളൊന്നും ചെയ്യില്ല, കോട്ടയ്ക്ക് വെളിയിൽ വരുമ്പോൾ എൻ്റെ രാജ്യത്ത് കൂടിയാണ് പോകുന്നതെന്ന് ഓർമ്മ വേണം. അപ്പോൾ കാര്യം മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ബൈ ഫോഴ്സ് ആണ് ഇവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്, സമ്മർദ്ദം ചെലുത്തി. എന്നാൽ സന്തുഷ്ടകരമായ ഒരു ദാമ്പത്യ ജീവിതമായിരുന്നു പിന്നീട് ഡിലനോയി ഭാര്യയും നയിച്ചിരുന്നത്. ഉദയഗിരി കോട്ടയിൽ അവിടെ ഒരു പള്ളി കാണാം. ആ പള്ളിക്കകത്ത് ഡിലനോയുടെ ശവകുടീരം അവിടെ നമുക്കിപ്പോഴും കാണാൻ സാധിക്കും. ഡിലനോയുടെ ഭാര്യ പിന്നീട് പേട്ടയിൽ വരികയാണ്, ഇവിടെ വഞ്ചിയൂർ പേട്ട, ഇവിടെ തിരുവനന്തപുരത്ത് വരികയാണ്. അന്നത്തെ കാലത്ത് പേട്ടയിൽ അവർക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്ര പ്രാധാന്യത്തോടു കൂടിയാണ് ഡിലനോയെയും കുടുംബത്തെയും കണ്ടത്. ജോൺ ഡിലനോയി എന്ന് പറയുന്ന മകൻ തിരുവിതാംകൂറിന് വേണ്ടി ആർക്കാട്ട് നവാബിന് എതിരായിട്ട് സൈന്യത്തിനെതിരായി യുദ്ധം ചെയ്തു. അത് തിരുനെൽവേലിയിൽ വെച്ചിട്ടാണ് ആ യുദ്ധം നടക്കുന്നത്. കളക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, അവിടെ വെച്ച് അദ്ദേഹം മരിക്കുന്നു. അത് ഡിലനോയ്ക്ക് വളരെ വിഷമമുണ്ടാക്കി. സാന്ദർഭികം ആയതുകൊണ്ട് പറയട്ടെ, ഈ കളക്കാട് ഡിലനോയുടെ ഒരു പൂർണ്ണകായ പ്രതിമ, ഡിലനോയുടെ മകൻ്റെ ജോൺ ഡിലനോയുടെ ഒരു പൂർണ്ണകായ പ്രതിമ അവിടെ ഇപ്പോൾ നാട്ടുകാർ ചേർന്ന് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ചെറിയ ചരിത്രത്തിന് ഒരു ചെറിയ ട്വിസ്റ്റ് കൊടുത്തു. ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ ധീരനായ മണ്ണിൻ്റെ മകൻ. രണ്ടും തെറ്റാണ്. ആർക്കാട് നവാബിന്, പക്ഷെ അത് പറയുന്നതിനകത്ത് ശരിയുമുണ്ട്. ആർക്കാട് നവാബ് അന്ന് ബ്രിട്ടീഷ് പിന്തുണയായിരുന്നു. അപ്പോൾ ആർക്കാട് നവാബിനെ സഹായിക്കാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. പിന്നെ മണ്ണിൻ്റെ മകൻ എന്ന് പറയുന്നത് ശരിയാണ്, ഈ ജോൺ ഡിലനോയുടെ അമ്മ ഇവിടുത്തുകാരിയാണ്, അച്ഛൻ അല്ല. ഒരു കാര്യം കൂടി പറയട്ടെ ഡിലനോയെ പറ്റി. അദ്ദേഹത്തിൻ്റെ കുടുംബം ലോക പ്രശസ്തമാണ്. യൂറോപ്പിൻ്റെ പല പ്രദേശങ്ങളിൽ ഡിലനോയി കുടുംബം ഇന്ന് പാർക്കുന്നുണ്ട്. അത് നെതർലൻഡ്സിലുണ്ട്, ഫ്രാൻസിലുണ്ട്, ബെൽജിയത്തിലുണ്ട്, സ്വിറ്റ്സർലൻഡിലുണ്ട്. കുറേ പേര് അമേരിക്കയിലേക്ക് കുടിയേറിപ്പോയി. അമേരിക്കയിലേക്ക് കുടിയേറിപ്പോയ ഡിലനോയിയുടെ പിൻഗാമികളിൽ ഒരാളാണ് ഫ്രാങ്ക്ലിൻ ഡിലാന റൂസ്വെൽറ്റ്. പിൽക്കാലത്ത് അമേരിക്കയുടെ പ്രസിഡന്റായി. 3 തവണ പ്രസിഡന്റായ അപൂർവ വ്യക്തിയാണ്. അവിടെ അതിനുശേഷം ഈ 2 ടേമേ കൊടുക്കുകയുള്ളൂ. ഇദ്ദേഹത്തിന് 3 ടേം കിട്ടിയത് കൊണ്ടാണ് ഈ നിയമം വന്നത്. ഈ ഫ്രാങ്ക്ലിൻ ഡിലാന, നമുക്കതുകൊണ്ടൊരു, ഞാൻ ഈ പരിപാടി കേൾക്കുന്ന പ്രവാസി മലയാളികളുടെ ഒരു അറിയിക്കട്ടെ, പ്രത്യേകിച്ച് അമേരിക്കൻ ഐക്യനാടുകളിൽ താമസിക്കുന്നവരോട് അറിയിക്കട്ടെ, അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും ശക്തനായ പ്രസിഡൻ്റായ ഫ്രാങ്ക്ലിൻ ഡിലാന റൂസ്വെൽറ്റിൻ്റെ ഒരു പൂർവീകൻ നമ്മുടെ രാജ്യത്തെ ഒരു പടത്തലവനായിരുന്നു എന്ന് ഇടയ്ക്കൊക്കെ നിങ്ങളുടെ വെള്ളക്കാരായ സുഹൃത്തുക്കളോട് പറയാൻ മടിക്കണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.